ടെക്കിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിൽ കോപ്പറേറ്റീവ് സിലബസിൽ നിന്നുമുള്ള ഇമ്പോർട്ടൻ്റ് ആയ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയത്. കോപ്പറേഷൻ സിലബസായി വരുന്ന ഏത് എക്സാമിനും തയ്യാറെടുക്കുന്നവർക്ക് സഹായകമാകുന്ന വിശദീകരണവും കൂടെ നൽകുന്നു. ചാനലിൻ്റെ മെറ്റീരിയൽസ് സ്ക്രീനിൽ കാണുന്ന cooperative.blogspot.com എന്ന വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ള പഠിതാക്കളിലേക്ക് ഷെയർ ചെയ്യുമല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി ക്രിയേഷൻ ഓഫ് ഡാഷ് ഇൻ 1965 വാസ് എ മേജർ സ്റ്റെപ്സ് ടുവേർഡ്സ് ദി ഓർഗനൈസേഷൻ ഓഫ് ഡയറിങ് ഓൺ കോപ്പറേറ്റീവ് ലൈൻസ്. 1965 രൂപീകരിച്ച ഏത് ഓർഗനൈസേഷനെ കൊണ്ടാണ് ഡയറി സെക്ടറിൽ ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് എല്ലാം വായിക്കുന്നില്ല. ഇവിടെ ശരിയായ ആൻസർ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് എന്ന NDDB ആണ്. 1965 16 ജൂലൈയിൽ ഒരു ഇന്ത്യൻ പാർലമെൻറ്റ് ആക്ടിലൂടെ രൂപീകരിച്ച, അതായത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി കൂടിയാണ് NDDB, നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ്. ഇതിൻ്റെ മെയിൻ ഓഫീസ് ആനന്ദ്, ഗുജറാത്തിലെ ആനന്ദിലാണ്. രാജ്യമൊത്തം ഒട്ടാകെ റീജിയണൽ ഓഫീസുകളുണ്ട്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഓർക്കുന്നത് NDDBൻ്റെ സബ്സിഡിയറികളാണ് IDMC ലിമിറ്റഡ് ആനന്ദിലുള്ള. മറ്റൊന്ന് മദർ ഡയറി ഡൽഹി, NDDB ഡയറി സർവീസ് ഡൽഹി ആൻഡ് ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റഡ് ഹൈദരാബാദ്. ഇവയൊക്കെ NDDBയുടെ സബ്സിഡിയറി കമ്പനികളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യന്. In 1969-70 NDDB introduced a scheme for the development of dairy cooperatives known as. നാലോളം സ്കീമുകൾ ആൻസറിൽ ഉണ്ടെങ്കിലും ഇവിടുത്തെ ശരിയായ ആൻസർ എന്ന് പറയുന്നത് ഓപ്പറേഷൻ ഫ്ലഡ് ആണ്. 1970 NDDB ഓപ്പറേഷൻ ഫ്ലഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റ് എ നാഷണൽ മിൽക്ക് ഗ്രിഡ്, ഇന്ത്യയെ മിൽക്ക് പ്രൊഡക്ഷനിൽ ലോകത്തിൽ മുൻപന്തിയിലെത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി 70 സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രൊജക്റ്റ് കൂടെയാണ് നാഷണൽ ഫ്ലഡ്. ഇതിനെ വൈറ്റ് റവല്യൂഷൻ ഓഫ് ഇന്ത്യ എന്നും അറിയപ്പെടുന്നു. ആനന്ദ് അമുലിൻ്റെ വിജയത്തോടു കൂടിയാണ്, അതായത് ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്ന അമുൽ എന്ന കമ്പനിയുടെ വിജയത്തിൽ കൂടെയാണ് ഈ ഒരു ചിന്ത വരുന്നതും ഇതിലേക്കുള്ളൊരു ഇൻസ്പിറേഷൻ വരുന്നതും. അമുലിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ത്രിഭുവൻദാസ് പട്ടേലാണെന്ന് അറിയാം. യഥാർത്ഥത്തിൽ NDDBയുടെ ഫൗണ്ടർ ചെയർമാനായിട്ട് വരുന്നത് വർഗീസ് കുര്യനാണ്. വർഗീസ് കുര്യനാണ് NDDBയുടെ ചെയർമാനായിട്ട്, അതായത് ഫൗണ്ടർ ചെയർമാനായിട്ട് വരുന്നതും. അദ്ദേഹത്തിന് ഒരുപാട് നേട്ടങ്ങൾ ഈ മേഖലയിൽ കൊണ്ടുവരികയും ഇന്ത്യയെ ഒരു കാലത്ത് മിൽക്ക് പ്രൊഡക്ഷനിൽ വളരെ പിറകിലായിരുന്ന ഇന്ത്യയെ ലോകത്തിന് നമ്പർ 1 ആക്കാനൊക്കെ ഈ പ്രൊജക്റ്റിലൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആക്കുവാനും സാധിച്ചു. അതുകൊണ്ടൊക്കെയാണ് വൈറ്റ് റവല്യൂഷൻ ഓഫ് ഇന്ത്യ എന്നും ഇതിനെ അറിയപ്പെടാനുള്ള കാരണം. അടുത്ത ക്വസ്റ്റ്യൻ. വെൻ അഗ്രോ ഫാമേഴ്സ് പ്രോസസ്സിംഗ് കമ്പനീസ് എൻ്റർ ഇൻ ടു കോൺട്രാക്ട് വിത്ത് ദി ഫാർമേഴ്സ് ടു പ്രൊവൈഡ് ദി ഫാർമേഴ്സ് വിത്ത് ദി ഇൻപുട്ട് ലൈക്ക് ഫെർട്ടിലൈസർ, സീഡ്സ്, പെസ്റ്റിസൈഡ്സ് ആൻഡ് ഗൈഡ്ലൈൻസ് ടു ഗ്രോ crops and buy back the products with a rate specified in advance is known as. ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു ഭാഗത്ത് ആഗ്രോ പ്രോസസ്സിംഗ് കമ്പനികളും മറുഭാഗത്ത് ഫാർമർ, പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാർമർ, ഇവർ തമ്മിലൊരു കോൺട്രാക്റ്റിലൂടെ കണക്ട് ചെയ്യുകയും ഒരു സൈഡിൽ നിന്ന് ആഗ്രോ പ്രോസസ്സിംഗ് ബൈ കമ്പനീസ്, അതായത് ബയേഴ്സ്, ഈ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് വാങ്ങുന്ന ബയേഴ്സ് അവർക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ് പറയുകയും അതിൻ്റെ ക്വാളിറ്റി എല്ലാം ഓൾറെഡി പറയുകയും അതിന് വേണ്ട ഗൈഡ് ലൈൻസും ഫെർട്ടിലൈസറും സീഡ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുകയും മുൻകൂട്ടി നിശ്ചയിച്ച പ്രൈസിൽ അത് പറഞ്ഞ രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക, പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന ഇത്തരം എഗ്രിമെൻറ്റുകളെ പറയുന്ന പേര് എന്താ എന്നാണ്. ഇതിൻ്റെ യഥാർത്ഥ ആൻസർ
കോൺട്രാക്ട് ഫാമിംഗ് ആണ്. സി ഓപ്ഷനായ കോൺട്രാക്ട് ഫാമിംഗ്. കോൺട്രാക്ട് ഫാമിംഗ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബയർ ആൻഡ് ഫാം പ്രൊഡ്യൂസേഴ്സ് ഇവർ തമ്മിലുള്ള അഗ്രിമെൻറ്റിനെയാണ് കോൺട്രാക്ട് ഫാമിംഗ്. ഈ ബയറാണ് ആഗ്രോ പ്രോസസ്സിങ് കമ്പനീസ്, അതായത് അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് പ്രോസസ്സ് ചെയ്തിട്ട് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ആ ബയർ, അതുപോലെ തന്നെ അവർക്ക് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന ഫാമേഴ്സ്, ഇവർ തമ്മിലുള്ള അഗ്രിമെൻറ്റ്. ഈ അഗ്രിമെൻറ്റിൽ പറയും മുൻകൂട്ടി വില നിശ്ചയിച്ചിട്ടുണ്ടാവും, ഇവർക്ക് വേണ്ട ക്വാളിറ്റി എല്ലാം പറയും. ആ രീതിയിൽ ഫാർമർ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. ആ കോൺട്രാക്റ്റിനെ പറയുന്ന പേരാണ് കോൺട്രാക്ട് ഫാമിംഗ് എന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി ഫാമർ ഓൺഡ് കോപ്പറേറ്റീവ് മോഡൽ വിത്ത് ഇൻ്റഗ്രേറ്റ് അപ്രോച്ച് ടു പ്രൊഡക്ഷൻ, പ്രൊക്യൂർമെൻറ്റ്, പ്രോസസ്സിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് മിൽക്ക് കം ടു ബി നോൺ ആസ്. ഫാർമർ ഓൺഡ് കോപ്പറേറ്റീവ് മോഡലാണ് ലോകം അംഗീകരിച്ച, ലോകം വിജയം കണ്ട ഒരു പ്രത്യേക തരം ഫാർമർ ഓൺഡ് കോപ്പറേറ്റീവ് മോഡൽ. അതിലൂടെ മാർക്കറ്റിംഗ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഈ ഫാർമർ ഓൺഡ് കോപ്പറേറ്റീവ് മോഡലാണ്. ആ മോഡലിൻ്റെ ഒരു പ്രത്യേക പാറ്റേൺ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അത് എന്താണെന്ന ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇവിടെ അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞത് ബി ഓപ്ഷനായ ആനന്ദ് പാറ്റേൺ ആണ്. ആനന്ദ് പാറ്റേൺ ഒരുപാട് പഠിക്കേണ്ട വിഷയമാണ്. നമ്മൾ മുൻപ് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തതാണ്, കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല. പ്രൊഫഷണൽ മാനേജ്മെൻറ്റോട് കൂടിയിട്ട് അതിൻ്റെ A to Z കോപ്പറേറ്റീവ് സൊസൈറ്റിനെ ചെയ്യുന്ന ഒരു എന്താ പറയുക, വില്ലേജ് സൊസൈറ്റീസ്, ഡിസ്ട്രിക്ട് യൂണിയൻസ്, സ്റ്റേറ്റ് ഓർ നാഷണൽ ഫെഡറേഷൻ എന്ന രീതിയിൽ, എന്ന ഹൈറാർക്കിയിൽ നമ്മുടെ മിൽമൊക്കെ ഫോളോ ചെയ്യുന്ന പാറ്റേൺ കൂടിയാണ് ആനന്ദ് പാറ്റേൺ. ഇവിടുത്തെ റൈറ്റ് ആൻസർ ആനന്ദ് പാറ്റേൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെൻറ്റ്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് ശ്രീ ബി ശിവരാമൻ റെക്കമെൻഡഡ് ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഡാഷ്. ശിവരാമൻ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്ത ഗ്രാഫിക് കാർഡ്, അതാ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് റിവ്യൂ കമ്മിറ്റി ടു റിവ്യൂ അഗ്രിമെൻറ്റ്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് അങ്ങനെ പറയാറുണ്ട്. അല്ലെങ്കിൽ ഗ്രാഫിക് കാർഡ് എന്ന ചുരുക്ക രൂപത്തിലും ഇത് പറയാറുണ്ട്. ഏതായാലും ഈ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വന്നത് ബി ശിവരാമൻ ആയിരുന്നു. അദ്ദേഹം റെക്കമെൻഡ് ചെയ്ത ഇവിടുത്തെ റൈറ്റ് ആൻസർ നബാർഡായ ബി ഓപ്ഷൻ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ആണ്. RBIൻ്റെ ആവശ്യപ്രകാരം സെൻട്രൽ ഗവൺമെൻറ് ആണ് ശിവരാമൻ കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തത്. അതായത് കമ്മിറ്റിൻ്റെ പേര് ഗ്രാഫിക് കാർഡ് കമ്മിറ്റി ടു റിവ്യൂ ദി അറേഞ്ച്മെൻറ്റ്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന കമ്മിറ്റി രൂപീകരിക്കുകയും കമ്മിറ്റി ഫോം ചെയ്യുന്ന വർഷം 1979 13 മാർച്ചിലാണ് അത് രൂപീകരിക്കുകയും ഈ ശിവരാമൻ ശ്രീ പി ശിവരാമൻ എന്ന് പറയുന്ന ആൾ ഫോർമർ മെമ്പർ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ കൂടി ആയിരുന്നു. കമ്മിറ്റിൻ്റെ ഇൻ്റർൻ റിപ്പോർട്ട് 28 നവംബർ 1979 വരികയും അവരുടെ ഒരു ഔട്ട്കം ആയിരുന്നു, ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു നബാർഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് നബാർഡ് രൂപീകരിക്കണമെന്നും അങ്ങനെ 1981 ഒരു പാർലമെൻറ്റ് ആക്ടിലൂടെ കൂടിയിട്ട് നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് 1982 12 ജൂലൈയിൽ നബാർഡ് പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻസും ഈ മേഖലയിൽ മാറി ചോദിക്കാറുണ്ട്. കൂടുതൽ ക്വസ്റ്റ്യൻസ് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.